അങ്ങനെ നമ്മുടെ ശാരികയും സരികയും വീട്ടിനകത്ത് കയറിയിരിക്കുകയാണ്. അപ്പാനിയുണ്ട്. ഇനിയിപ്പോ ദേ മുൻഷി രഞ്ജിത്തും അതേപോലെ തന്നെ ബിൻസിയും നമ്മുടെ ശൈത്യയും കയറുന്നുണ്ട്. അതിന്റെ പ്രൊമോയൊക്കെ വന്നായിരുന്നു, കണ്ടായിരുന്നോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഷാനവാസിന് ഇത് എന്ത് പറ്റി? ആകെ കൂടെ മാറി നിൽക്കുന്നു, അത്ര മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല, ആരോടും മിണ്ടുന്നുമില്ല. സംഭവം ഉണ്ട്, ഞാനിത് മറന്നു കിടക്കായിരുന്നടാ. ഇത് പണ്ടത്തെ ഏതോ ഒരു സീസണിൽ നടന്ന കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പാനിനെയൊക്കെ ഓർമ്മയില്ല. പിന്നെയാണ് കുറേ കാര്യങ്ങൾ മനസ്സിലായത്. പറയാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഷാനവാസ്, ഞാൻ ആലോചിച്ചു ഷാനവാസിന് എന്താ പറ്റിയതെന്ന്. അപ്പോഴാണ് ഈ നമ്മൾ കമൻസ് ആണെങ്കിലും ഈ ഗ്രൂപ്പുകളിലാണെങ്കിലും കാണാൻ സാധിച്ചത് ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാനത് മറന്നുപോയി. അപ്പാനിയുടെ കാര്യത്തിലും ബിൻസിയുടെ കാര്യത്തിലും ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഷാനവാസ് ഇവിടെ നമുക്കിപ്പോൾ ഒരു ഗെയിമിനകത്ത് നേരെ കളിക്കുന്ന ആൾക്കാരുണ്ട്, ബാക്കിൽ നിന്ന് കളിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ നേരെ നിന്ന് കളിക്കുന്ന അനീഷൊക്കെ നേരെ സ്ട്രെയിറ്റ് ഗെയിമറാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നേരെ. അതേപോലെ തന്നെ ഈവൻ അക്ബറിനാണെങ്കിൽ പ്രത്യേകിച്ച് ഗെയിമൊന്നുമില്ല, എന്നാലും സ്ട്രെയിറ്റ് തന്നെ. അല്ല, രണ്ട് പാരഡി പാടി ഇതാവും. പിന്നെ അനു ആണെങ്കിലും ഏകദേശം എല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഷാനവാസിൻ്റെ ഗെയിം എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് കണ്ണിങ്ങ, കുറച്ചൊരു തലതിരിഞ്ഞ ഗെയിമാണ്. അതായത് കുറച്ച് പേഴ്സണലി ഒക്കെ പോവും. അങ്ങനെ പോയതാണ്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അയ്യോ ഞാൻ ഞെട്ടിപ്പോയി, ഇതൊക്കെ മറന്നു. ഏതോ ഒരു സീസണിൽ നടന്ന പോലെയൊക്കെ തോന്നിയത്. ഷാനവാസ് ആരും അപ്പാനീനെ പിടിച്ചിരുത്തിയിട്ട് ഇനി നീ എൻ്റെ എതിരെ കളിച്ചാൽ ഞാൻ മറ്റേ കാര്യം എടുത്തിടും എന്ന് പറഞ്ഞിട്ട് സംഭവം പേഴ്സണലി പോയത്. അത് വൃത്തിയായിട്ടൊരു ഗെയിമായിരുന്നു. നമ്മൾ എല്ലാവരും പറഞ്ഞായിരുന്നു ഈ ഭയങ്കര പന്ന ഗെയിമാണ് കളിക്കുന്നത്. ആ സംഭവം ഉണ്ടായിരുന്നു, ഞാനിത് മറന്നുപോയി. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പേഴ്സണലാണ് കാര്യം. ഞാൻ രണ്ടുപേരെയും ഇതാക്കി വെച്ചാൽ അപ്പം ഇതൊരു സംഭവമാണ്. അതാണ് മിണ്ടാത്തത്. അതാണ് കാര്യം. അത് ഞാൻ മറന്നുപോയി. ഞാൻ വിചാരിച്ച എന്താ പ്രശ്നം, ഇവരിങ്ങനെ മാറിയിരിക്കാനുള്ള കാരണം എന്താണ് ഓർത്തിട്ട് കിട്ടണില്ല. പണ്ട് ഏതോ നടന്നതുപോലെ തോന്നിയത്. അപ്പം ഇങ്ങനത്തെ ഒരു പ്രശ്നം അവരുടെ ഇടയിലുണ്ട്. കാരണം സംഭവം പേഴ്സണൽ ആയതുകൊണ്ട് തന്നെ അത് പറഞ്ഞ് തീർക്കുന്നതായിരിക്കും നല്ലത്, അല്ലേ? വെറുതെ എന്തിനാണ്? അപ്പോൾ എന്തായിരുന്നാലും അപ്പാനിയും ഷാനവാസും വലുതായിട്ട് അങ്ങനെ മിണ്ടുന്നൊന്നുമില്ല. ഇനിയിപ്പോൾ ബിൻസിയും കൂടെ കയറി വരുമ്പം എന്താണെന്നൊന്നും ഒരു പിടിയും ഇല്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ബിൻസി പോയ ശേഷം ഉണ്ടാക്കിയ പ്രശ്നമാണ്. ബിൻസി ഇത് മനസാ വാചാ കർമ്മണ അറിഞ്ഞിട്ടില്ല. സോ ഇതൊക്കെ നമ്മളെ തിരിച്ചടിക്കും, മനസ്സിലായില്ലേ? ഇങ്ങനത്തെ ചില നേരെ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് കളിക്കുന്ന ആൾക്കാർക്ക് ഇത്രയും പ്രശ്നം വരില്ല. ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ തിരിച്ചടി ഉണ്ടാവും റിയൽ എൻട്രി സമയത്ത്. അതാണ് ഷാനവാസ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അതാണ് ഷാനവാസിൻ്റെ മുഖം ഇങ്ങനെ ഡള്ളായി ഇരിക്കുന്നത്. അപ്പാനി അക്ബറിനെ കൂട്ടിക്കൊണ്ട് പോയി. എന്നിട്ട് അവരുടെ കട്ടിലിരുന്ന് ഭയങ്കരമായിട്ട് കരച്ചിലും ഭയങ്കര ട്രൂ ഫ്രണ്ട്ഷിപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ അവരുടെ ഇത്. അപ്പോൾ ഭയങ്കര സ്നേഹമാടാ. അപ്പോൾ അപ്പാനി പറഞ്ഞടാ, നീ പോയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് പോയപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും നിന്നെ മാത്രം ഒന്ന് കെട്ടിപ്പിടിച്ചാൽ മതി, വേറെ ഒന്നും എനിക്ക് വേണ്ടിയിരുന്നില്ല. പക്ഷെ അവർ സമ്മതിച്ചില്ലടാ, എനിക്ക് സഹിക്കാൻ കഴിഞ്ഞാൽ ഞാൻ കരഞ്ഞ്. അപ്പോൾ അക്ബർ, എടാ പുറത്ത് പോകുമ്പോൾ എനിക്ക് പാടാനെങ്കിലും കിട്ടുമോ? അതൊന്നും നീ ഓർത്ത് വിഷമിക്കണ്ട. ചില ഗെയിമുകൾ ഇവിടെ ചില ആൾക്കാർ ഗെയിം അല്ലാണ്ട് കളിക്കുന്നുണ്ട്. അത് മനസ്സിലായില്ലേ? അതവിടെ അവർ കുത്തി പറഞ്ഞതാ. കാര്യം ഗെയിം അല്ലാത്ത രീതിയിൽ പേഴ്സണലി കളിക്കുന്നുണ്ട്. അതൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം നല്ലതാണ്. ഇനി അതൊന്നും ആലോചിക്കേണ്ട, വിഷമിക്കേണ്ട. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം. നീ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട എന്നൊക്കെ ഈ അപ്പാനി അനീഷിനോട് അക്ബറിനോട് പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ് അനുവും ആദിലയും നൂറെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അപ്പാനി അവിടെ ചെന്നിട്ട്, എടി ഒരു പ്രശ്നവുമില്ല, നീ ഒത്തിരി ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് വന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് അപ്പാനി പറയാണ്, ഇപ്പം ഞാൻ റിയാക്ട് ചെയ്യുക, ഒന്നും റിയാക്ട് ഗെയിം അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് പ്രശ്നം. അപ്പാനിക്ക് ഗെയിം എന്താണെന്ന് അറിയത്തില്ല, മനസ്സിലായില്ലേ? ഞാൻ കുറേ കാര്യങ്ങൾ റിയാക്ട് ചെയ്തു. അത് പുള്ളിക്കാരൻ ഭയങ്കര റിയലായിരുന്നു അതിനകത്ത്. കുറച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി വേണം നിൽക്കാൻ ക്യാമറ, മനസ്സിലായില്ലേ? അപ്പം ഞാൻ റിയാക്ട് ചെയ്തു. പിന്നെ നമ്മൾ ഈ മൂലയിലൊക്കെ പോയിരുന്ന് പറയുന്നത് ഇത് ഓൾറെഡി എയറിലാവും. അത് കഴിഞ്ഞ ശേഷം ഇത് യൂട്യൂബും മറ്റിടത്തുമൊക്കെ വേറെ രീതിയിൽ വരും. അപ്പോഴത്തേക്കും നമ്മൾ അടുത്ത ദിവസം നമ്മൾ തോള് കൈയിട്ട് നടന്നാലും ഇത് ഓൾറെഡി നമ്മൾ നെഗറ്റീവ് ആയിക്കഴിഞ്ഞ്, അല്ലേ? ചില പ്രൊമോസ് വരുമ്പോൾ തന്നെ ചില ആൾക്കാർ നെഗറ്റീവ് ആവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എപ്പിസോഡ് വരുമ്പോഴാണ് പിന്നെ മാറുന്നത്. അതുവരെ പുള്ളിക്കാരെ എയറിലായിരിക്കും, അല്ലേ? അതേപോലെയാണ്. അപ്പോഴത്തേക്കും സോഷ്യൽ മീഡിയ നമ്മളെ നെഗറ്റീവ് ആക്കി കളയുമെന്ന്. അപ്പോഴത്തേക്കും നമ്മൾ ഇതിന്ന് തന്നെ അങ്ങ് അകന്നു പോവും. അതാണ് നമുക്ക് എല്ലാവർക്കും പറ്റിയത്. നമ്മളിങ്ങനെ ഈ സീസണിലെ ആൾക്കാർക്ക് പറ്റിയൊരു കാര്യം, ഈ സീസണിൽ ഒരാളും ഗെയിമുകൾ, ബിഗ് ബോസ് ഗെയിം ടാസ്ക് അല്ല, മൈൻഡ് ഗെയിം കളിക്കാൻ അറിയാത്ത ആൾക്കാരായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് മൈൻഡ് ഗെയിം കളിക്കാൻ അവർ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അത് എനിക്ക് ഒരു കാര്യമുണ്ട്, അതിനകത്ത് ഒരു പങ്ക് ബിഗ് ബോസ് മേക്കേഴ്സിനാണ്. കാര്യം ഇവരെ ഒരു മാസം കൊണ്ടുപോയ പണിപ്പുര അതിൽ കൊണ്ടിട്ട് അവരുടെ ഡ്രസ്സും മേക്കപ്പും ഫുഡും എല്ലാം ബാൻ ചെയ്ത് ഇവരെ ഒരു എന്താ പറയണ്ടേ, ഇവർക്ക് അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറ്റിയെടുത്ത് കളഞ്ഞു. ഇവർക്ക് എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറൊക്കെ ഇവർ മറന്നുപോയി. ഇവർക്ക് ആകെ കൂടെ ആവശ്യം തുണികളും മേക്കപ്പും ഭക്ഷണവും മാത്രമായി മാറി. ഇവരുടെ ആവശ്യം അത് മാത്രമായി മാറി. ഇവരുടെ ബ്രെയിനിൽ അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള അടി നടക്കുന്നത്, ആരോപണങ്ങൾ നടക്കുന്നത്, മനസ്സിലായില്ലേ? അത് എൻ്റർടൈൻമെൻറ്റ് പൂജ്യമായി പോയി, മനസ്സിലായില്ല? അതുകൊണ്ടാണ് പണിപ്പുര, ഒരു മാസത്തെ പണിപ്പുര ഫ്ലോപ്പായിരുന്നു. സത്യം പറഞ്ഞാൽ ആ ഒരു തീം വേണ്ടിയിരുന്നില്ല. അപ്പോൾ ഇത്
പിന്നെ അപ്പാനി പറയുന്നുണ്ട് ഒരിക്കലും നമ്മൾ ഇവിടുത്തെ പക വെച്ചുകൊണ്ട് നടക്കരുത്, കാര്യം നമുക്കൊരിക്കലും സന്തോഷം കിട്ടത്തില്ല എപ്പോഴും. മനസ്സിലായി? പുറത്ത് അങ്ങനെ നടക്കുന്നുണ്ട്, അതുകൊണ്ട് സന്തോഷം കിട്ടത്തില്ല. ഇനി അടുത്തത് ശാരിക. നമ്മുടെ ശാരിക സ്റ്റോർ റൂമിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സരിക കൺഫെഷൻ റൂമിൽ, സരിക സ്റ്റോർ റൂമിൽ, ശാരിക കൺഫെഷൻ റൂമിൽ. ഓ എല്ലാം കൺഫ്യൂഷൻ, തക്കാളി ശാരിക. അപ്പോഴത്തേക്കും നമ്മുടെ സരിക സ്റ്റോർ റൂമിൽ നിന്ന് പുറത്തിറങ്ങി വരുന്നു, കെട്ടിപ്പിടിക്കുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ശാരിക പുറത്തിറങ്ങി വരുന്നു, എല്ലാവരും കെട്ടിപ്പിടിക്കുന്നു. അത് കഴിഞ്ഞ് ബിഗ് ബോസ് പറയണം പലതും ചോദിക്കും, ആംഗ്യ ഭാഷയിലൂടെ പോലും കാണിച്ചു കൊടുക്കാൻ പാടില്ല, എല്ലാം ചോദിച്ചറിയൂടാ, എല്ലാം ചോദിച്ചറിയും. അപ്പോഴത്തേക്കും നിവിനോട് നമ്മുടെ ശാരിക പറയുന്നുണ്ട് കണ്ടിന്യൂ ചെയ്യുക. സരിക ഇവിടെ പറഞ്ഞുകൊണ്ട് 100% ആൾക്കാർ എന്നെ തിരിച്ചറിയുന്നുണ്ട്, മാസ്ക് വെച്ചിട്ട് പോയിട്ട് വല്ലതും തിരിച്ചറിയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ശാരിക ഇവിടെ മോട്ടിവേറ്റ് ചെയ്യുന്നു നിവിനെ. അങ്ങനെ ആ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ശൈത്യയും രഞ്ജിത്തും ബിൻസിയും കയറും. രഞ്ജിത്തിനൊന്നും വേറെ പണിയില്ലേ, അനീഷിൻ്റെ അടുത്ത് പോയിട്ട് എന്തിന് വെറുതെ ചൊറിയാൻ നിന്നത് എനിക്ക് മനസ്സിലാവണില്ല. അത് പുള്ളിക്കാരൻ്റെ പേഴ്സണൽ മാറ്റർ അല്ലേ. അത് ഇപ്പം ഞാൻ പറയട്ടെ, ഇതാണ് നമ്മൾ ഈ സീസണിലെ കണ്ടസ്റ്റൻസിൻ്റെ കുഴപ്പം. ഇവർക്ക് ഗെയിം കളിക്കാൻ അറിയില്ല. നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ അയാൾ എന്താണ് ഉത്തരം പറയുകയെന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം അത് ചോദിക്കാൻ. അതാണ് അവിടുത്തെ ഗെയിം. അപ്പോൾ ഇത് പുറത്തേക്ക് എങ്ങനെ പോകും അതൊക്കെ നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ എന്തായിരുന്നാലും ഈ ചോദ്യം ചോദിക്കുമ്പോൾ തൻ്റെ പ്രപ്പോസൽ, അതായത് അനീഷിനോട് ചോദിക്കണം തൻ്റെ പ്രപ്പോസൽ ഒരു സ്ട്രാറ്റജി ആയിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അനീഷ് പറ അത് എൻ്റെ കാര്യമല്ലേ, എൻ്റെ പേഴ്സണൽ കാര്യമാണ്, അത് പറഞ്ഞു, അത് കഴിഞ്ഞു, അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ തീർന്നു. പിന്നെ ഈ പുള്ളിക്കാരനൊന്നും ചോദിക്കാനില്ല. സോ നമ്മൾ ഉത്തരം കൂടെ പ്രതീക്ഷിച്ചിട്ട് വേണം ചോദ്യങ്ങൾ ചോദിക്കാൻ. രഞ്ജിത്തിനൊന്നും ഇപ്പോഴും എനിക്ക് തോന്നുന്നു മുൻഷീരത്തിന് ഇപ്പോഴും ഗെയിം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഗെയിം എന്താണെന്ന് മനസ്സിലാക്കുക. കുറേയൊക്കെ കാര്യങ്ങൾ നമ്മൾ അടക്കി പിടിക്കണം. പറയേണ്ട കാര്യങ്ങൾ മാത്രമാണ് പറയേണ്ടത്. വളരെ അതല്ലേ എല്ലാവരും മെലിഞ്ഞുണങ്ങി വരുന്നത് അവിടെ നിന്ന്. മൈൻഡ് ഗെയിം, വളരെ മൈൻഡ് യൂസ് ചെയ്യേണ്ട, ബ്രെയിൻ യൂസ് ചെയ്യേണ്ട ഗെയിമാണിത്. മനസ്സിലായില്ലേ? കാര്യം നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ അടുത്ത ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ എങ്ങനെ ഉത്തരം പറയും, അതെങ്ങനെ പുറത്തേക്ക് പോകും, ഇതൊക്കെ ചിന്തിക്കണ്ടേ. പുള്ളിക്കാരൻ അങ്ങ് വലിയ കാര്യത്തിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നേക്ക് അങ്ങ് ചോദിച്ച് നല്ല ഉത്തരവും കിട്ടി, പണിയും പാളി. നല്ല ആവശ്യം ഉണ്ടായിരുന്നു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അവരിപ്പോൾ കയറും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.